സ്വർഗത്തിലെ സകല ആത്മീയ നിഗ്രഹങ്ങൾ ദൈവം നമുക്ക് എന്തിനാ നൽകി തന്നെന്നാ ഇന്നലെ പറഞ്ഞു തുടങ്ങിയത്. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകെ. ഇവിടെ നമുക്കൊരു സാമ്രാജ്യം സ്ഥാപിച്ച് ഇവിടെ പേരെടുത്ത് ഇവിടെ നമുക്ക് പോകാനല്ല കുഞ്ഞെ, അവൻ്റെ സന്നിധിയിൽ. അയ്യോ, നിത്യ യുഗങ്ങളെ അവിടെ പോയി നിൽക്കേണ്ടവരാ. നിത്യത എന്തോ ചെറിയ കാര്യമാണോ? ലേഖനത്തിൽ പൗലോസ് ഊന്നൽ നൽകുകയാ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം നിനക്ക് ഞാൻ നൽകി തന്നത് ഇവിടെ ഫ്ലെക്സിനകത്ത് ഫോട്ടോ വരാനല്ല, ആമേൻ, വലിയ ബാനറിനകത്ത് വലിയ പടം വരാനല്ല, പിന്നെയോ അവിടുത്തെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. കണ്ടോ, പൗലോസ് പറഞ്ഞ അടുത്തൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചേ. 4-ാം വാക്യത്തില് അവനിൽ തിരഞ്ഞെടുത്തു. കണ്ടോ, എവിടെയാ? ഹല്ലേലൂയ. വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനം എന്ന് പൗലോസ് പറയുമ്പോൾ ആമേൻ, മോശ പറയുന്നൊരു ആദ്യമുണ്ട് അല്ലേ? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ഇൻ ദ ബിഗിനിങ്, അതിൻ്റെ മൂലഭാഷയിലെ മീനിങ് ആമേൻ, ഇൻ ദ ബിഗിനിങ് ഓഫ് ടൈം എന്ന, സമയത്തിൻ്റെ ആരംഭം എന്ന. ആ ഒരു തലം വരെ മോശയെ ദൈവം എന്ത് ചെയ്തുള്ളൂ? കൊണ്ടുപോയുള്ളൂ. എല്ലാവർക്കും കിട്ടുന്ന വെളിപ്പാടുകളുടെ ലിമിറ്റേഷൻസാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ശലോമോന് 2 വട്ടം ദൈവം പ്രത്യക്ഷനായി അവന് കൊടുത്തത് ദൈവം തൻ്റെ വഴിയുടെ ആരംഭമായി ജ്ഞാനത്തെ നിർമ്മിച്ചെന്ന് പറഞ്ഞുകൊണ്ടാ. എന്നെ ദൈവം നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാ, ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാ. അത് അവന് കിട്ടിയ വെളിപ്പാടാ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വിടുമ്പോൾ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിപ്പാൻ നിരന്തരം സ്വർഗീയ യാത്രകൾ നടത്തുന്ന, 3-ാം സർഗത്തോളം എടുക്കപ്പെടുന്ന, ജീവപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ട പേരുകൾ വായിക്കുന്ന പൗലോസ് കിട്ടുന്ന വെളിപ്പാട് കണ്ടോ? ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ അവനിൽ തിരഞ്ഞെടുത്തു. മൂലഭാഷയിൽ അതിന്റെ മീനിങ് സ്നേഹത്തോടെ എന്നെ തിരഞ്ഞെടുത്തു എന്നാ. സ്നേഹത്തോടെ എന്നെ തിരഞ്ഞെടുത്ത്. കേട്ടോ, ഏതെങ്കിലും കോണിൽ ഒതുക്കപ്പെട്ട് ജീവിക്കേണ്ടവനല്ല ഞാനും നീയും. പിന്നെയോ അനാദികാല നിത്യതയിലെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് സ്നേഹത്താൽ പുതിയപ്പെട്ടതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. ആ ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ, ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകളിലൂടെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ജയജീവിതം നയിക്കാൻ കഴിയും. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞേ. ക്രിസ്തു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, കർത്താവ് അകത്ത് കയറിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെല്ലാം പൗലോസിന്റെ ഭാഷ പറഞ്ഞ ചപ്പ് ചവറ്. വേദനയിലൂടെ പോകുന്നവർ എനിക്കറിയാം. പ്രയാസങ്ങളിലൂടെ പോകുന്നവർ ഇതിനകത്തുണ്ട്, എനിക്കറിയാം. അടുത്ത ദിവസങ്ങളെ വിഷയങ്ങളെ ഓർത്ത് ഞരങ്ങുന്നവർ, കരയുന്നവർ ഇതിനകത്തുണ്ട്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, യേശു എല്ലാറ്റിലും മതിയായവനാണെന്ന് സമർത്ഥിക്കാനാ. ലോകസ്ഥാപനത്തിന് മുമ്പേ ആ ക്രിസ്തുവിൽ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയാനാ. 3 പദങ്ങൾ ഇതിനകത്ത് കാണുന്നു. 1 ലോകസ്ഥാപനത്തിനുമുള്ള തെരഞ്ഞെടുപ്പ്, 2 ദത്തെടുപ്പ്, 3 മുൻനിയമിച്ചത്. സമയത്തിന്റെ ലഭ്യത കൊണ്ട് ഓരോ ദിവസങ്ങൾ നമുക്ക് ചേർത്ത് പഠിക്കാം. തിരഞ്ഞെടുപ്പ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് നമ്മൾ കാണുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു പോയി ഫലം കായ്ക്കേണ്ടതിന്, ഫലം നിലനിൽക്കേണ്ടതിന്. എന്തൊക്കെയാ ഫലങ്ങൾ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മൾ കായ്ക്കണം, വെളിച്ചത്തിന്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കണം, നീതി എന്ന സമാധാന ഫലം നമ്മൾ പുറപ്പെടുവിക്കണം, ആത്മാവിന്റെ ഫലം. അതിനകത്ത് 9 കൂട്ടം കാര്യങ്ങളുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ആത്മാവിന്റെ ഫലം നമ്മളിൽ പുറപ്പെടണമെങ്കിൽ നമ്മൾ ആത്മാവിൽ നിറഞ്ഞവരായി ജയജീവിതം നയിക്കണം. 2 ക്രിസ്ത്യൻ ലൈഫുണ്ട്. നമ്മുടേതായ ഇഷ്ടത്തിന് ജീവിക്കുന്നതും ക്രിസ്തുവിനെ നമ്മൾ ആശ്രയിക്കുന്നതും. 2ാമത്തെ ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതും നല്ല ഒരു ആത്മീയ ജീവിതം നയിക്കുന്നതും. അതാണ് നമ്മൾക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ. മരണത്തെ പേടിക്കുന്നവരുണ്ടോ? ക്രിസ്തുകേന്ദ്രിതമായ ജീവിതം നയിച്ചാൽ മരണമേ നിന്റെ ജയം എവിടെ എന്ന് നമ്മൾ ചോദിക്കും.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഇടപെട്ട ആഴമേറിയ ചിന്തകൾ ഞങ്ങൾക്കൊന്നുകൂടെ അങ്ങേ ആഴമായിട്ട് പഠിക്കാൻ കൃപ തരുന്നല്ലോ. ഞങ്ങളുടെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. അങ്ങിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. അങ്ങിലൂടെ മാത്രമേ ഞങ്ങൾക്ക് നന്മകളുള്ളല്ലോ. അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഒരു ജീവിതം വേണ്ട. അങ്ങയോടൊപ്പം ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.